നീ അറിയാതെ എത്രയോ ബീച്ച് റോഡുകൾ കൊണ്ടുപോയി നിരവുകയാണ്. നീ അറിയാതെ എത്രയോ രാവുകൾ പരസ്യമായി രഹസ്യമായി ഫോൺ വിളിക്കുകയാണ്. നീ അറിയാതെ, നീ പോലും അറിയാതെ മൊബൈൽ ഫോൺ അവൾക്ക് ഇവൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. നീ അറിയാതെ രാത്രിയുടെ യാമങ്ങൾ റൂമിനകത്തിരുന്നു കൊണ്ട് അവൾ കാമുകനുമായി ഫേസ്ബുക്കിലൂടെ വാട്സാപ്പിലൂടെ ചാറ്റിംഗ് നടത്തുന്നുണ്ട്. നീ അറിയാതെ IMIയിലൂടെ കണ്ടുവിളിക്കുന്നുണ്ട്. നീ അറിയാതെ അവളുമായി ചാറ്റിംഗ് നടത്തുന്നുണ്ട്. നീ അറിയാതെ രഹസ്യമായി വേഴ്ച നടത്തുന്നുണ്ട്. നീ അതിനു വേണ്ടി പോകുന്ന സമയത്ത് നിന്റെ വീടിന്റെ അകത്തളങ്ങളിൽ മോശമായ രീതിയിലുള്ളതായ സംഭവവികാസങ്ങൾ അരങ്ങേറുന്നുണ്ട്. നീ കടയിൽ പോകുമ്പോ, നീ കമ്പോളത്തിൽ പോകുമ്പോ, എനിക്ക് സമയമില്ല, എനിക്ക് വേദനയാണ്, കൈകാലുകൾ വേദനയാണ്. നീ കൊച്ചാപ്പയുടെ മകളുടെ കല്യാണത്തിന് പോകുമ്പോൾ പോലും നിന്റെ മകളെ കൂടെ വിളിക്കുമ്പോ അവൾ പറയുകയാണ്, വാപ്പാ ഉമ്മ എനിക്ക് കൈവേദനയാണ്, കാലുവേദനയാണ്, എനിക്ക് ചെറിയൊരു തലവേദന എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കുന്ന മക്കളില്ലയോ? വാതിന്റെ സദസ്സിലേക്ക് മാതാപിതാക്കൾ ക്ഷണിക്കുമ്പോ എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പനി അഭിനയിച്ചുകൊണ്ട് വീട്ടിൽ കിടക്കുന്നതായ സഹോദരിമാര് തന്റെ പ്രിയപ്പെട്ട കാമുകനുമായി രഹസ്യമായി ഭാഷണം നടത്തി മാതാപിതാക്കളെ ചതിക്കുന്നതായ മുസ്ലിം സഹോദരിമാര്, സ്വന്തം സഹോദരങ്ങളെ ചതിക്കുന്നവർ, ചങ്ക് പറിച്ചു കൊടുക്കാൻ തയ്യാറായി നിലകൊള്ളുന്നതായ സഹോദരങ്ങളുണ്ട് അവൾക്ക്. അവരെ പോലും ചതിച്ചുകൊണ്ട് കാമുകന്മാരുമായി രഹസ്യമായി വേഴ്ച നടത്താൻ മടിയില്ലാത്ത, ഉളുപ്പില്ലാത്ത, നാണമില്ലാത്ത സഹോദരിമാരുണ്ടായി പോയില്ലയോ? പഠിച്ചു വെക്കേണ്ട പാഠമാണ്. അവൻ കൊടുത്താകുന്ന വസ്ത്രമാണ്. അവനാണ് നെറ്റ് റീചാർജ് ചെയ്യുന്നത്. നീ ഓർക്കും ഈ മൊബൈൽ ഫോണിൽ എൻ്റെ മകൾ നെറ്റ് റീചാർജ് ചെയ്യുന്നില്ലല്ലോ, മൊബൈൽ ഫോണുണ്ട്, പക്ഷെ അത് അവൾക്കൂടെ കൂട്ടുകാരികളെ വിളിക്കാനാണെന്ന് പറഞ്ഞ് മക്കൾക്ക് അനുവദിച്ചു കൊടുക്കുന്നവരെ പൊട്ടത്തരമാണ് നിങ്ങൾ ചെയ്യുന്നത്. അബദ്ധജടിലമാകുന്ന വാദങ്ങളാണ് മക്കൾ നിങ്ങളോട് ഉന്നയിക്കുന്നത്. പാതിരാത്രി സമയത്ത് ആരും അറിയാതെ രഹസ്യമായ കാമുകന്മാരുമായി ഫോൺ വിളിയിലാണ്. എന്തിനാണ് 8ലും 10ലും +1ലും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് സ്മാർട്ട് ഫോൺ എന്തിനാണ്? ഫേസ്ബുക്ക് എന്തിനാണ്? വാട്സാപ്പിലൂടെയുള്ള ചാറ്റിംഗ് എന്തിനാണ്? ആരോടാണിത് പറയുന്നത്? 40 കഴിഞ്ഞ ഉമ്മമാരാണ് ഇന്ന് ടിക്ടോക്കിന്റെ ലോകത്ത് വിഹരിക്കുന്നത്. മക്കളെ മുൻനിർത്തിയിട്ട് ടിക്ടോക്ക് കളിക്കാൻ വേണ്ടി മൊബൈൽ ഫോൺ പിടിച്ചു കൊടുക്കുന്നത് 50ഉം 60ഉം വയസ്സുള്ളതായ ഉമ്മമാരാണ്. എനിക്ക് കൂടി കളിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് സ്റ്റാൻഡ് ഫിറ്റ് ചെയ്തിട്ട് മകളോടൊപ്പം ഒരുമിച്ചിരുന്നു കൊണ്ട് ഡിസ്കോ ബ്രേക്കുകൾ ഇടുന്നത് 60ന്റെയും 40ന്റെയും ഇടയിലുള്ള സഹോദരിമാരാണ്. നാണമില്ലേ മുസ്ലിം സഹോദരിമാരെ? തലമറച്ചതാകുന്ന, പറുധരിച്ചതാകുന്ന മുസ്ലിം നാമധാരികളാകുന്ന സഹോദരിമാര്, ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ പിതാക്കന്മാരുടെ പേര് കേൾക്കുമ്പോ ഈ നാട്ടിൽ വലിയ വിലയായിരുന്നു. നിങ്ങളുടെ വാപ്പ ഇന്ന ഹാജി ആരാണ്? നിങ്ങളുടെ ഉമ്മ ഹജ്ജ് ഉമ്മ ചെയ്തതാണ്, 10 ഹജ്ജ് ചെയ്തതായ ഉമ്മയുടെ മകളാണ്, 10 ഉംറ ചെയ്തതാകുന്ന സഹോദരിയുടെ മകളാണ്. പക്ഷേ മക്കളുടെ പോക്കേത് നിലയ്ക്കാണ്? ഹറാമായ ശൈലിയാണ്, ഹറാമായ പ്രവർത്തനമാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് കാമുകന്മാരുമായി രഹസ്യമായി വേഴ്ച നടത്താൻ വാളിന്റെ രാവുകളെ ഉപയോഗിക്കുന്നതാകുന്ന 40ന്റെയും 50ന്റെയും ഇടയിലുള്ളതാകുന്ന എത്രയോ മുസ്ലിം സഹോദരിമാരുണ്ട്. 4ഉം 5ഉം മക്കളുണ്ടായിട്ട് പോലും ഗതികടാത്ത രീതിയിലുള്ള പ്രവർത്തനമല്ലയോ മുസ്ലിം സഹോദരിമാരിൽ നിന്നുള്ളത്? നഊദു ബില്ലാഹ്. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഇന്നി ലഉബ്ഗിദുൽ മർആ തഖ്റുജു മിൻ ബൈതിഹാ തജറു ദൈലഹാ വതസ്തകി അൻ സൗജിഹാ. ഒരു പെണ്ണിനോട് എനിക്ക് വല്ലാത്ത ദേഷ്യമാണ്, വല്ലാത്ത ക്രോധമാണ്. ഏത് പെണ്ണെന്നറിയുമോ? അവൾ പാതിരാത്രി സമയമെന്നില്ല, പകൽ സമയമായിരുന്നാലും ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മതി, തൊട്ട് പിറകെ സാരി ചുറ്റിയിട്ട് അവൾ ഇറങ്ങുകയാണ്. ഭർത്താവ് വീട്ടിൽ നിന്ന് കച്ചവടത്തിന് പോയാൽ മതി, തൊട്ട് പിറകെ പർദ്ദ ധരിച്ചുകൊണ്ട് ഒരു കൊട പിടിച്ചുകൊണ്ട് ഇറങ്ങുകയാണ്. എന്തിനാണ്? കമ്പോളങ്ങളിൽ ഇറങ്ങുകയാണ്. തന്റെ പ്രിയപ്പെട്ട കാമുകന്മാരുമായി, അന്യരാകുന്ന ചെറുപ്പക്കാരുമായി, അന്യരാകുന്ന സഹോദരങ്ങളുമായി സ്വറ പറയാനാണ് അവൾ ഇറങ്ങുന്നത്. അത്തരത്തിൽ കറങ്ങി നടക്കുന്ന പെണ്ണിനെ എനിക്ക് കാണേണ്ടതില്ല. ഇന്നി ലൗ ബഗദഹാ
എനിക്ക് അവളോട് വല്ലാത്ത ദേഷ്യമാണ്. 1400 വർഷം മുമ്പ് മുത്തുനബി പറയുമ്പോ അത്തരത്തിലുള്ള സ്ത്രീകളില്ലായിരുന്നു. റസൂലുള്ളാഹി പറയുകയാണ്, ഇനി ഒരു കാലഘട്ടം വരാനുണ്ട്. ആ കാലഘട്ടത്തിലുള്ള മുസ്ലിം സഹോദരിമാരുടെ അവസ്ഥയാണ് ഇന്നീല ഉബഗിദുൽ മർആ തഖറുജു മിൻ ബൈതിഹാ. സ്വന്തം ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഉടയാടകൾ ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങുകയാണ്. അർദ്ധനഗ്നിയായി പുക്കുളിച്ചുഴി കാണിച്ചുകൊണ്ട്, മാരടത്തിന്റെ പകുതി കാണിച്ചുകൊണ്ട്, പുറം ഭാഗം കാണിച്ചുകൊണ്ട്, ശരീരത്തിന്റെ മാർദ്ദവമുള്ള സ്ഥലങ്ങളിൽ മോശമായ വസ്ത്രവിധാനം ധരിച്ചുകൊണ്ട്, ഉള്ളിൽ കിടക്കുന്ന അവയവങ്ങളെ പുറത്ത് കാണത്തക്ക രീതിയിലുള്ള വസ്ത്രവിധാനം നടത്തിക്കൊണ്ട് നടക്കുന്നതായ ഭാര്യ, സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കാൻ മടിയില്ലാത്തതായ ഭാര്യ, പ്രവാസ ലോകത്ത് അറബിയുടെ ചാട്ടമാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്ത് അവൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി അന്നം തേടുന്ന പാവപ്പെട്ട ഭർത്താവ്, സൗദിയിലെ സ്വദേശിവൽക്കരണം വന്നിട്ട് പോലും എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് നിർത്തണേ എന്ന് പറഞ്ഞുകൊണ്ട് അറബിയുടെ കാല് പിടിച്ച്, അറബിയുടെ കാറ് കഴുകിക്കൊടുത്ത്, അറബിയെ വല്ലാതെ നിർബന്ധിച്ച് എനിക്ക് എങ്ങനെയെങ്കിലും എന്ത് ജോലി വേണമെങ്കിലും ഞാൻ ചെയ്യാ, കാരണം എനിക്ക് 4 പെൺമക്കളാണ്, എന്റെ പാവപ്പെട്ട ഭാര്യ, എന്റെ കുടുംബം അനാഥമാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഗൾഫിൽ കടന്നുകൊണ്ട് പ്രയാസപ്പെടുന്ന പാവപ്പെട്ടവൻ അറിയുന്നുണ്ടോ, നിന്റെ ഭാര്യ ഇതാ അടിച്ചു പൊളിക്കുകയാണ്, നീ കൊടുക്കുന്ന പൈസയ്ക്ക് വിലയില്ല. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, സ്ത്രീകൾ നരകത്തിലാണ്. ഒരു കൂട്ടം സ്ത്രീകളെ ഞാൻ നരകത്തിൽ കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, റഅയ്തുന്നാർ വറഅയ്തു അക്സറ അഹ്ലിഹാ അന്നിസാ. കത്തിജ്വലിക്കുന്നതായ നരകം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി സാബാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഭീകരമല്ലയോ നരകം? മുകളിൽ വല്ലാത്ത ചൂടാണ്, താഴെ വല്ലാത്ത ചൂടാണ്. താഴെ ഇതാ ചെമ്പ് നൽകിയിരിക്കുകയാണ്, മുകളിതാ ഈയത്തിനാൽ നൽകിയിരിക്കുകയാണ്. ചുറ്റും മുഴുവനും ഗന്ധകമാണ്, കറുത്ത പുകപടലമാണ്, ആരും പരസ്പരം കാണുകയില്ല. വല്ലാത്ത ചൂടാണ്. എന്തുകൊണ്ടാണ്? വഖൂദുഹാ അന്നാസ് വൽ ഹിജാറ. ഭീമാകാരമാകുന്ന പാറക്കല്ലുകൾ ഇട്ടുകൊണ്ടാണ് നരകത്തെ അല്ലാഹു സജ്ജീകരിച്ചിരിക്കുന്നത്. ദുഷിച്ചതാകുന്ന ജനങ്ങളെ വെച്ചുകൊണ്ടാണ് നരകത്തെ അല്ലാഹു സജ്ജീകരിച്ചിരിക്കുന്നത്. ആ നരകത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇടുമോ? ആ നരകത്തിൽ റസൂലുള്ളാഹി പറയുകയാണ്, മിഅ്റാജിന്റെ രാവിൽ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി സാബ. വറഅയ്തു അക്സറ അഹ്ലിഹാ അന്നിസാ. അതിൽ കണ്ടത് സ്ത്രീവർഗത്തെയാണ്. ഏറ്റവും കൂടുതൽ നരകത്തിൽ ഞാൻ കണ്ടത് സ്ത്രീകളെയാണ്. എൻ്റെ പ്രിയപ്പെട്ട കരുനാഗപ്പള്ളി ദേശത്തുള്ള സഹോദരിമാരെ, കുമ്മനം ഉസ്താദിനോട് നിങ്ങൾ ദേഷ്യം പിടിക്കരുത്. എന്തേ ഞങ്ങളെ ക്രൂശിക്കുകയാണോ? അല്ല, ഞാൻ അടച്ചു പറയുകയാണ്. മുസ്ലിം സഹോദരങ്ങളോടൊപ്പം മുസ്ലിം സഹോദരിമാരോട്, എന്നോടും എൻ്റെ കുടുംബത്തോടും ലോകത്തുള്ള മുഴുവൻ വിശ്വാസി സമൂഹത്തോടും ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞ വാക്ക് മാത്രമാണ് പറയുന്നത്. ആ നരകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് സ്ത്രീകളെയാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, എന്ത് കാരണം കൊണ്ടാണ് സ്ത്രീകളെ നരകത്തിൽ കൂടുതലായി കണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബാ ബൽ യുക്ഫിർനൽ അശീർ. അല്ലാഹുവിനെ എതിർത്തുവെന്ന് മാത്രമല്ല, നമസ്കാരങ്ങൾ ചിട്ടവെക്കാതിരുന്നു എന്ന് മാത്രമല്ല, നോമ്പുകൾ പിടിക്കാതിരുന്നു എന്ന് മാത്രമല്ല, പാപങ്ങളുടെ കണ്ണീരൊപ്പാതിരുന്നു എന്ന് മാത്രമല്ല, സ്വന്തം ശരീരത്തിന്റെ കാമം തീർക്കാൻ വേണ്ടി കാമുകന്മാരുമായി രഹസ്യമായി വേഴ്ച നടത്തിയവരാണ്. ആർക്കാണ് പറയാൻ സാധിക്കുക? ഞാൻ എൻ്റെ ഭർത്താവിനെ വഞ്ചിച്ചിട്ടില്ല എന്ന് പറയാൻ സാധിക്കുന്ന സഹോദരിമാരുണ്ടോ? അൽഹംദുലില്ലാഹ്, നിങ്ങൾക്ക് അല്ലാഹു സ്വർഗം അനിവാര്യമാക്കിയിരിക്കുകയാണ്. എത്രയോ മുസ്ലിം സഹോദരിമാരുണ്ട് സിനിമാ നടന്മാരെ കാണാൻ രാപകലില്ലാതെ കഷ്ടപ്പെടുകയാണ്. അവൻ ഏതെങ്കിലും കടയിൽ കാണിക്കാൻ ദുൽഖർ സൽമാൻ വരുന്നുണ്ടോ, മോഹൻലാൽ വരുന്നുണ്ടോ, അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. കരുനാഗപ്പള്ളി ദേശത്ത് മാസങ്ങളായി ഫ്ലക്സ് ബോർഡുകൾ വരുന്നു. അവരെ ഒരു നോക്ക് കാണാൻ വേണ്ടി. ചെറുപ്പക്കാരാ, നീ എന്തിനാണടാ ഉറക്കമഴിക്കുന്നത്? നിനക്ക് റസൂലുള്ളാഹിയുടെ തിരുസുന്നത്ത് വേണ്ടേ?
ആരാണ് റസൂല്? ഈ ദുൽഖർ സൽമാനിനേക്കാൾ, മോഹൻലാലിനേക്കാൾ, സിനിമാ നടന്മാരെക്കാൾ, സിനിമാ നടിമാരെക്കാൾ ഇവരൊക്കെ മാസങ്ങളോളം മണിക്കൂറുകളോളം ബ്യൂട്ടീഷ്യന്റെ മുന്നിൽ ഇരുന്നിട്ടല്ലേ അവർക്ക് ആ സൗന്ദര്യം കിട്ടിയത്. എന്നാൽ ലോകത്തിന്റെ നായകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ എത്ര വലിയ സൗന്ദര്യത്തിന്റെ സ്വരൂപനാണ്. ആയിഷ ബീവി പറയുകയാണ്, എന്റെ വീട്ടിൽ ഞാൻ തുന്നിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ കയ്യിൽ നിന്ന് സൂചി നിലത്ത് വീഴുകയാണ്. ഇരുട്ടിൽ ഞാൻ തപ്പോയാണ്. ഇരുട്ടാണ് എന്റെ വീട്, ചെറിയ വീടാണ്. 8 മുഴം നീളം 10 മുഴം വീതിയുള്ളതാകുന്ന ആ ചെറിയ വീടിനകത്തിരുന്നുകൊണ്ട് ഞാൻ എന്റെ തുണി തയ്ച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ സൂചി നിലത്ത് വീണുപോയി. ആ സൂചിയൊന്നെടുക്കാൻ വേണ്ടി ഞാൻ പരതുമ്പോ അല്ലാഹുവിന്റെ റസൂല് വാതിക്കലേക്ക് വന്ന് നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പ്രവാചകന്റെ ശരീരത്തിൽ നടിച്ചു വീശിയ പ്രഭയുടെ കാരണമായിട്ട്, വെളിച്ചം കാരണമായിട്ട് ചെറിയ സൂചി പോലും എനിക്കെന്റെ ഇരുട്ടിന്റെ മുറിയിൽ നിന്നെടുക്കാൻ സാധിച്ചുവെന്ന് ആയിഷ ബീവി വിവേചനം ചെയ്യുമ്പോ എത്ര വലിയ സൗന്ദര്യത്തിന്റെ സ്വരൂപനാണ് മുത്തുനബി. ആ പ്രവാചകനെ മറന്നുകൊണ്ട് പ്രവാചകന്റെ തിരുസുന്നത്തുകളെ കാറ്റിൽ പറത്തി പ്രവാചകൻ ചെയ്യരുത് എന്ന് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ജീവിതത്തിൽ കൊണ്ടുവന്ന് കള്ളുകുടിച്ച് വ്യഭിചരിച്ച് സിനിമ കണ്ട് മുടി ക്രോപ്പ് ചെയ്ത് ഹറാമുകൾ പ്രവർത്തിച്ച് കാമുകന്മാരുമായി ഭാഷണം നടത്തി കാമുകയുമായി രഹസ്യമായി വേഴ്ച നടത്തി എല്ലാ റിലീസിന്റെ പടങ്ങൾ കണ്ട് എല്ലാ മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ട് ഏത് സിനിമ ഇറങ്ങിയാലും റിലീസിന്റെ ദിവസം തന്നെ പോണമെന്ന് പറഞ്ഞ് ശാഠ്യം പിടിച്ച് അതിനുവേണ്ടി കൂട്ടുകാരും ഒന്നിച്ചു പോയി എല്ലാ പടങ്ങളും മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ച് രാത്രി മുഴുവൻ ഹെഡ്സെറ്റ് ഇട്ടുകൊണ്ട് സിനിമാ പാട്ടുകൾ കേട്ട് മോശപ്പെട്ട ഫിലിമുകൾ മുഴുവനും കണ്ട് രാത്രിയുടെ യാമങ്ങൾ മുഴുവനും കാമുകന്മാരുമായി രഹസ്യമായി ഭാഷണം നടത്തി നേരം വെളുക്കുന്നത് വരെ സംസാരിച്ച് അവസാനം നായയെ പോലെ സുബഹി നമസ്കരിക്കാതെ സുബഹിയുടെ സമയത്ത് പോത്തുപോലെ കടന്നുറങ്ങി 11 മണി വരെ ഉറക്കം നടന്ന് ഈ നാടിനും വേണ്ട, കുടുംബത്തിനും വേണ്ട, നാട്ടുകാർക്കും ഒരു ഉപകാരമില്ലാതെ ഈ ഭൗതിക ലോകത്ത് അടിച്ചു പൊളിച്ച് മോശപ്പെട്ട വസ്ത്രവിധാനത്തിലൂടെ നടക്കുന്നവരെ വെള്ളവസ്ത്രം റസൂലുള്ളാഹിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ആ വസ്ത്രവിധാനം ശരീരത്തിൽ ഇന്ന് വരെ ധരിക്കാതെ, ഒരു ജോഡി പോലും വെള്ളവസ്ത്രം ഇന്ന് വരെ വാങ്ങാതെ സർവ്വ ഹറാമുകൾക്ക് കൂട്ടുനിന്ന് ഏത് ഗാനമേളയുണ്ടോ, ഏത് സിനിമാ നടൻ വരുന്നുണ്ടോ, ഏത് സിനിമാ നടി എന്ത് പറയുന്നുണ്ടോ ആ ടിപ്സ് എല്ലാം അതേപോലെ എഴുതി വെച്ച് മനഃപ്പാടമാക്കി അതെല്ലാം കൃത്യമായി അമൽ ചെയ്ത് റസൂലുള്ളാഹിയുടെ വാക്കിന് വില കൊടുക്കാതെ, അള്ളാഹുവിന്റെ വാക്കുകൾക്ക് വില കൊടുക്കാതെ, പ്രവാചകന്മാരുടെ വചനങ്ങളെ പരിപൂർണമായി അവഗണിച്ച് ദീനിനെ അവഗണിച്ച് സർവ്വ ഹറാമുകൾക്ക് കൂട്ടുനിന്നുകൊണ്ട് മാതാപിതാക്കളെ വേദനിപ്പിച്ചുകൊണ്ട് അന്യരാകുന്ന ചെറുപ്പക്കാരോടൊപ്പം ഇറങ്ങിപ്പോകുന്നതായ സഹോദരിമാരെ, എവിടുന്നാണ് നിനക്ക് സ്വർഗം കിട്ടുക? ആയിഷ ബീവി പോയ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുമോ? ഫാത്തിമ ബീവി പറഞ്ഞ സ്വർഗത്തിലേക്ക്, അവര് തിക്കത്ത് നൽകുന്ന സ്വർഗത്തിലേക്ക്, ഉമ്മു സലീം ബീവി പോകുന്ന സ്വർഗത്തിലേക്ക് നമുക്കൊന്ന് പോകാൻ പറ്റുമോ? ആരാണ് ഉമ്മു സലീം ബീവി റളിയല്ലാഹു അൻഹാ? ഒരു ചെറിയ വ്യക്തിയല്ലയോ, ഒരു ചെറിയ വ്യക്തിത്വമല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് കടന്നു വന്നപ്പോ മദീന നിവാസികളാകുന്ന മുഴുവൻ സഹോദരങ്ങളും എല്ലാവരും അവർക്ക് വേണ്ടുന്ന മുഴുവൻ കാര്യങ്ങളും റസൂലുള്ളാഹിക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറാവുകയാണ്. എന്ത് വേണം റസൂലുള്ളാഹിക്ക് കൊടുക്കാൻ റെഡിയാവുകയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന പ്രവാചകന് എന്ത് കൊടുക്കാനും റെഡിയായി മദീന നിവാസികൾ നിൽക്കുമ്പോ ഉമ്മു സലീം ബീവി റളിയല്ലാഹു തആല മഹദി അവറുകൾ കൊണ്ടുവന്ന് കൊടുത്തത് 6 വയസ്സുള്ള പ്രിയപ്പെട്ട പൊന്നുമോന് അനസിനെയാണ്. എൻ്റെ റസൂലേ, എൻ്റെ കയ്യിൽ ഈ മകനെയല്ലാതെ മറ്റൊന്നുമില്ല റസൂലേ, ഈ മകനെ സാലിഹാക്കി കിട്ടണം റസൂലേ, അവിടുത്തേക്ക് ഖിദ്മത്തിനായി ഞാൻ ഈ മകനെ നൽകുകയാണ് റസൂലേ. 6 വയസ്സുള്ള അനസ് എന്ന് പറയുന്ന പൊന്നുമോനെ കൊണ്ടുപോയി കൊടുത്തു. ആ മകൻ 10 വർഷം ഖിദ്മത്തെടുത്തു. 16 വയസ്സിലാണ് റസൂലുള്ളാഹിന്റെ അടുക്കൽ നിന്ന് കരഞ്ഞുകൊണ്ട് പോകുന്നത്. മനസ്സിലാക്കണം, ഉമ്മു സലീം ബീവി റളിയല്ലാഹു അൻഹ ഇസ്ലാം മതം പുൽകിയ മഹദിയാണ്. ഉമ്മു സലീം ബീവി മദീനയിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ വല്ലാത്ത സന്തോഷത്തിൽ നിലകൊണ്ടു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് നിന്നു തന്റെ പ്രിയപ്പെട്ട മകനെ കൊടുത്തു. വേറൊന്നും കൊടുക്കാനില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മകനെ ഏറ്റെടുത്തു. 6 വയസ്സേ ഉള്ളൂ. ആ മകൻ 16 വയസ്സ് വരെ റസൂലുള്ളാഹിന്റെ അടുക്കൽ നിന്നിട്ട് അവസാനം പറഞ്ഞൊരു വാക്ക് സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കുന്നുണ്ട്. പഠിക്കേണ്ട വാക്കാണ്.
റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ റസൂലുള്ളാഹിയുടെ മദ്ഹായിട്ട് ഈ ഒരൊറ്റ വചനം മനസ്സിൽ തറയ്ക്കേണ്ടതാണ്. അനസ് റളിയല്ലാഹു തആല പറയുകയാണ്, ഖദംതു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 10 സനവാത്, 10 കൊല്ലം ഞാൻ റസൂലുള്ളാഹിക്ക് ഖിദ്മത്തെടുത്തു, സേവനം ചെയ്തു. ഫമാ ഖാല ലി ലിമ സനഅത ഹകദാ വലിമ ലം തസ്നഅ ഹകദാ. എന്നോട് റസൂലുള്ളാഹി ചോദിച്ചിട്ടില്ല, നീ എന്താടാ അങ്ങനെ ചെയ്യാതിരുന്നത്, നീ എന്താ അത് ചെയ്യാതിരുന്നത്, അല്ല എന്താ ഇങ്ങനെ പ്രവർത്തിച്ചത് എന്ന് നബി എന്നോട് ചോദിച്ചിട്ടില്ല. ആ കുട്ടി പറയാൻ 10 വർഷം, അതാ ഞാൻ പറഞ്ഞു കുട്ടികളോടുള്ള സമീപനം. 6 വയസ്സ് മുതൽ 16 വയസ്സ് വരെ കുട്ടി ഇവിടെ റസൂലുള്ളാഹിക്ക് ഖിദ്മത്തെടുത്തു. 10 വർഷം നബിയോടൊപ്പം ഉണ്ട്, നബിയുടെ കാര്യങ്ങൾ മുഴുവൻ നോക്കാൻ. കൊച്ചുകുട്ടിയാണ്, പക്ഷെ ആ കുട്ടി നബിയെ കണ്ട് പഠിച്ചു. അതാണ് മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതാപിതാക്കൾ അങ്ങനെ ആയിരിക്കണം. മാതാപിതാക്കൾ സാലിഹാകണം, എങ്കിലേ മക്കൾ സാലിഹാവുള്ളൂ. അത് വലിയൊരു കടമയാണ്. അല്ല വാപ്പ നിസ്കരിക്കുന്നു പറഞ്ഞിട്ട് കട്ടിന്മേ കിടക്കുക റാഹത്തായിട്ട് സിഗരറ്റും വലിച്ചുകൊണ്ട് കാര്യമില്ല. അല്പം മണിച്ചമ്പാട്ടും അടിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അങ്ങനത്തെ തീമാണെങ്കിൽ എങ്ങനെ മക്കൾ സാലിയാവും? വാപ്പ സിഗരറ്റ് വലിക്കുന്നവനാണെങ്കിൽ ഉറപ്പിച്ചോ മക്കൾ വലുതാകുമ്പോൾ വാപ്പയേക്കാൾ നല്ല വലിക്കാരനാവും. അതിനേക്കാൾ കൂടിയ ബ്രാൻഡ് ചിലപ്പോൾ അടിച്ചൊന്നും വരും. നമ്മൾ കാണിച്ചു കൊടുക്കുന്നൊരു ശീലം ഒരിക്കലും പാടില്ല. നമ്മൾ കുറേ നന്നാവേണ്ട വശമുണ്ട്. നിങ്ങൾക്കറിയില്ലേ, പറയാൻ സമയമില്ല, ഒരുപാട് സമയം പോകണ്ടാണ്. ഖദർ നബി അലൈഹി ഇസ്ലാമിന്റെ മൂസാ നബിയുടെ ചരിത്രം അറിയില്ലേ? സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച ദിവസം ഓതേണ്ട സൂക്തമാണ്. 3 പ്രാവശ്യം ഓതണം എന്നാണ്. സൂറത്തുൽ കഹ്ഫ് പറയുന്നില്ലേ, അവര് ഒരു നാട്ടിലേക്ക് ചെന്നു, അവരോട് ഭക്ഷണം ആവശ്യപ്പെട്ടു. മോശപ്പെട്ട നാട്ടുകാർ അവരെ തിരസ്കരിച്ചു, ഭക്ഷണം കൊടുത്തില്ല. അങ്ങനെ തിരിച്ചും കൂടെ പോരുമ്പോഴത്തേക്കും ഖദർ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഇങ്ങോട്ട് വാ, ഒരു പണിയുണ്ട്. എന്നിട്ട് അവിടെ ഒരു വീടിന്റെ മതിൽ വല്ലാതെ പൊളിയാറായിരിക്കുക. ആ മതിൽ കറക്റ്റ് കെട്ടിക്കൊടുത്തു. ഖുർആനാണ് ഈ സംഭവം പറയും. ഇതൊക്കെ മനസ്സിലാക്കണം. നമ്മൾ ഇന്നുവരെ കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അജ്ഞരാണ്. ഖുർആനിൽ തൊട്ട് ഒരുപാട് അകന്നു പോയിട്ടുണ്ട്. മതിൽ പണി പരിപൂർണമായി പൂർത്തീകരിക്കുകയാണ്. ഖദർ നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ ഇൽമു പഠിക്കാൻ വേണ്ടി ചെന്നതാണല്ലോ മൂസാ നബി അലൈഹി ഇസ്ലാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്? ഭക്ഷണം തരാത്ത ഈ ടീമിന്റെ ഈ നാട്ടുകാർക്ക്, അവരിൽപ്പെട്ട ഒരു വീട്ടുകാർക്ക് എന്തിനാ ഇങ്ങനെ മതിൽ കെട്ടിക്കൊടുത്തത്? നാം മതിൽ കെട്ടിയിട്ട് അവരോട് പൈസ എങ്ങനെ ചോദിക്കണ്ടേ? ചെയ്തു കൊടുത്തൊരു പണിയല്ലേ, അതിന്റെ പൈസ ചോദിക്കും. ഫുലൂസ് മാഫിയ എന്താ പൈസ ഒന്നും വാങ്ങാത്ത എന്താണ്? ഖദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാര്യം പറഞ്ഞു കൊടുത്തു. വഅമ്മൽ ജിദാറു ഫകാന അബവാഹു മുഅ്മിനൈനി ഫഖശീനാ അയ്യുർഹിഖഹുമാ തുഗ്യാനം വകുഫറാ. وأما الجدار فكان لغلامين يتيمين في المدينة وكان تحته كنز لهما وكان أبوهما صالحا. ഭയങ്കര വാക്കാണ് പറഞ്ഞത്. ഞാനാ കെട്ടിക്കൊടുത്തതാകുന്ന മതിലിന്റെ ചുവടെ മനോഹരമായ ഒരു സ്വർണത്തിന്റെ നിധികുംഭാരമുണ്ട്. ആ വീടിന്റെ ഉടമസ്ഥർ 2 ചെറിയ കുട്ടികളാണ്. വാപ്പ മരണപ്പെട്ടു പോയതാണ്. വാപ്പ കുട്ടികൾ 2 പേരുടെയും വാപ്പ വക്കാന അബൂഹുമാ സാലിഹാ, വാപ്പ സാലിഹായ മനുഷ്യനായിരുന്നു എന്ന് ഖദർ നബി അലൈഹിസ്സലാം പറഞ്ഞതായി വിശുദ്ധ ഖുർആൻ. വാപ്പ ഒരു സാലിഹായ മനുഷ്യനാണ്. വാപ്പ ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവനും അദ്ദേഹം ഇവിടെ കുഴിച്ചിട്ടതാണ്, ഭൂമിയിൽ കുഴിച്ചിട്ടതാണ്. അവിടെ ഇപ്പൊ ഒരു മതിൽ വന്ന്, ആ മതിൽ ഇപ്പൊ നേരത്തെ പൊളിഞ്ഞു വീണാല് ഈ മക്കൾ ഇപ്പൊ കുട്ടികളാ, എത്തി മക്കളാണ്, ചെറിയ പൊടി പൈതലുകളാണ്. ഇവര് വളർന്നു വലുതാകുന്നതിന് മുമ്പായി അത് മറ്റാരെങ്കിലും കൈക്കലാക്കും. അതുകൊണ്ട് അത് പാടില്ല. അതുകൊണ്ടാണ് അവിടെ തന്നെ ഞാൻ വീണ്ടും മതിൽ പുനർനിർമ്മിച്ചത്. അത് കൊഴിഞ്ഞു വീഴുമ്പോഴത്തേക്ക് ഈ മക്കൾ പ്രായപൂർത്തിയെത്തും. അപ്പോൾ ഇവര് പിന്നെ കെട്ടാൻ നിൽക്കുമ്പോഴത്തേക്ക് ഇതെന്തായാലും കാണും. സ്വർണത്തിന്റെ നിധി അത് അവർക്ക് തന്നെ കിട്ടും. അവകാശപ്പെട്ട സ്വത്ത്. വാപ്പ സാലിഹായ കാലഘട്ടത്തിൽ വാപ്പ സാലിഹായിരുന്ന മനുഷ്യൻ, അദ്ദേഹം ഹലാലായ മാർഗത്തിലൂടെ ഒരുമിച്ച് കൂട്ടിയതാകുന്ന സമ്പാദ്യം അതെവിടെ കുഴിച്ചിട്ടോ അത് അർഹതപ്പെട്ട നിലയ്ക്ക് മക്കളിൽ എത്തണം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതാണ്. എന്തുകൊണ്ട്? അവരുടെ വാപ്പ നല്ല സാലിഹായ മനുഷ്യനായിരുന്നു. ആ സാലിഹായ മനുഷ്യന്റെ മക്കൾക്ക് ഇത് കിട്ടുക തന്നെ വേണം. കാരണം അദ്ദേഹത്തിന്റെ സുഹൃതം കൊണ്ട് ആണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ വാപ്പ സാലിഹാണ് എങ്കിൽ തീർച്ചയായിട്ടും മക്കൾ സാലിഹീങ്ങളാകും, ഉറപ്പാണ്.
വാപ്പ കുറച്ചൊന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രമല്ല വാപ്പ സാലിഹാണ് എങ്കിൽ ആ മക്കളെ നന്മയിലേക്ക് നയിക്കാൻ എളുപ്പമാകും. വാപ്പ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയാലും അള്ളാഹു ആ മക്കളുടെ കാര്യം ഏറ്റെടുക്കും, സമ്പത്തും ഏറ്റെടുക്കും. അതാണ് ഈ ചരിത്രത്തിലൂടെ മനസ്സിലാക്കുന്നത്. സാലിഹാകണം, നമ്മൾ കുറച്ച് നന്നാവണം. നമ്മൾ ഈ സീരിയലും സിനിമയും ലോകമൊക്കെ കുറച്ചൊന്ന് അവസാനിപ്പിക്കണം. ഈ ലോകം തന്നെ ഇല്ലാതാകാൻ അടുത്തിരിക്കുകയാണ്. ഇനിയൊന്നും വലിയ താമസമില്ല. എല്ലാ അടയാളങ്ങളും വന്നു കഴിഞ്ഞു. ഏതടയാളമാണ് ഇല്ലാത്തത്? പ്രളയമാണ്. എപ്പോഴും ഒരു മഴ ചെറുതായിട്ട് പെയ്താലും ഒക്കെ പ്രളയമാണ്. ഭീതിയാണ് ഇപ്പോൾ മഴ പെയ്യുമ്പോൾ. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് കണ്ടില്ലേ നിങ്ങൾ? മുമ്പ് വന്നവർക്കല്ല പ്രളയം തരുന്നത്. ആദ്യം തീരദേശം കൊടുത്തു, പിന്നീട് കിഴക്ക് പ്രദേശങ്ങളിൽ മലയോര പ്രദേശങ്ങൾ നൽകി. ഇപ്പൊ ചെറിയ മഴ പെയ്തപ്പോൾ തന്നെ എറണാകുളം ജില്ല മുഴുവൻ വെള്ളത്തിലേക്ക് പോയി. വെള്ളത്തിന്റെ ഭീതി ഇല്ലായിരുന്ന സ്ഥലങ്ങളിൽ, കലൂര് പോകത്തെ ദേശത്ത് വെള്ളം ഇല്ല, വെള്ളം കിട്ടാൻ പോലും ഇല്ലാത്ത സ്ഥലമാണ്. അവിടെയൊക്കെ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു. ലോകം ഭീതിയിലേക്ക് ഓരോരോ പ്രശ്നങ്ങൾ വരികയാണ്. ഇനി തീമഴ വർഷിക്കുമെന്നാണ്. നഊദു ബില്ലാഹ്, അല്ലാഹു ആക്കട്ടെ. ലോകാവസാന സമയമാകുമ്പോൾ തീമഴയുണ്ടാകും. ഇതൊക്കെ ഇനി ഏക്കണ്ടി വരുവരാൻ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മനുഷ്യൻ എന്നാലും തെറ്റിലാണ്. ഈ വാത് കഴിഞ്ഞ് പോയാലും നമ്മളിൽ ആരെങ്കിലും സഹോദരങ്ങളെ, എന്നാൽ ഇന്ന് വാത് കേട്ട ദിവസമല്ലേ, ഒരു യാസീൻ സൂറത്ത് ഓതിയിട്ട് സന്തോഷത്തോടുകൂടി കിടക്കാം. ഖുർആൻ ഒരു പേജ് ഓതിയിട്ട് കിടക്കാം. ആരാണ് തയ്യാറാകുന്നത്? നമ്മൾ എന്നാലും നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ, വാട്സാപ്പ്, ഫേസ്ബുക്ക് ഒക്കെ നമ്മൾ റെഡിയാക്കിയിരിക്കാൻ. ഈ വാത് നടക്കുന്ന സമയത്തും ഒരു പക്ഷേ നമ്മൾ മെസ്സേജ് അയക്കുന്നുണ്ടാവും. ഹയവാൻ നിർത്തുന്നില്ല, കുറേ നേരമായി തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞ് നമ്മൾ മെസ്സേജ് വിടുന്നുണ്ടാവും. ഇതാണ് നമ്മുടെ കളി. നമ്മളിൽ എവിടെയാണ് നന്മയുള്ളത് ചിന്തിക്കുക. നമ്മൾ ഇനി എന്ന് നന്നാവും? ഇതൊക്കെ കേട്ടിട്ട് അമല് ചെയ്യാനുള്ളതാകുന്ന ആയുസിനി നമുക്കുണ്ടോ? ചിന്തിക്കുക. കൊച്ചു കുട്ടികൾ പോലും മരണപ്പെട്ടു പോവാൻ. ജനിച്ച ഉടനെ ക്യാൻസർ ബാധിച്ച എത്ര കുട്ടികളുണ്ട്? ഇന്നൊരു സഹോദരൻ വെളുത്തമണലിൽ നിന്ന് അദ്ദേഹത്തിന്റെ കണ്ണിന്റെ ഫോട്ടോ അയച്ചു വന്നു. കണ്ണ് മുഴുവനും വല്ലാതെ ബുദ്ധിമുട്ട്, പ്രയാസം അനുഭവിച്ച് കിടക്കുകയാണ്. അള്ളാഹു പരിപൂർണ്ണ ശിഫ നസീബാക്കുമാറാവട്ടെ. രക്തം വന്നിട്ട് അദ്ദേഹം ഇങ്ങനെ കാണിച്ചിട്ട് അതിന്റെ ഫോട്ടോ അയച്ചു കിടക്കുക. കൊച്ചു കുട്ടികൾ പോലും മൊബൈലിന് അടിമപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ്റെ ഒരു കുട്ടിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. അവൻ്റെ കണ്ണിലേക്ക് ഒരു മരുന്ന് എത്തിക്കുമ്പോൾ വേദന കൊണ്ട് പൊളയുന്ന രീതിയിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിൻ്റെ ദുരുപയോഗം. കൊച്ചു കുട്ടികൾക്ക് പോലും ഭക്ഷണം കൊടുക്കാൻ ഇന്ന് മാതാപിതാക്കൾ കണ്ടെത്തിയ എളുപ്പവഴി. കാരണം നമുക്കെല്ലാം എളുപ്പവഴിയാണ്. അവർ അസുഖത്തിലാകുന്ന വിഷയമല്ല. നാളെയുടെ ലോകമല്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവർ രോഗികളാകുന്നതിനേക്കാൾ അവരുടെ ആഖിറമല്ലേ നമ്മൾ രക്ഷപ്പെടേണ്ടത്. പരിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, ഞാൻ തുടക്കത്തിൽ ഓതിയത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ. ഞാൻ നിർത്തുകയാണ് കേട്ടോ ഈ ഒറ്റ ആയത്ത്. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, അല്ലയോ മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ, ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തെ തൊട്ട് സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ. ഈ ആയത്ത് വിശദീകരിച്ചിട്ട് പണ്ഡിതന്മാര് പറയുന്നു, ആഖിറത്തിലെ ശിക്ഷയാണല്ലോ നരകം. തീ കൊണ്ടുള്ള ശിക്ഷ, വളരെ പ്രയാസകരമാകുന്ന ശിക്ഷയാണ് നരകം. ഞാൻ നരകത്തെ കുറിച്ചൊക്കെ പറഞ്ഞത് യൂട്യൂബിലുണ്ട്, നിങ്ങളത് കേൾക്കണം. ഭയാനകരമാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആ നരകത്തെ തൊട്ട് കാക്കാൻ വേണ്ടി നമ്മളെല്ലാവരും സന്നദ്ധരാകണം. എന്തുകൊണ്ട്? ഈ ദുനിയാവിൽ നമ്മുടെ മക്കളുടെ ഒരു ചെറിയ വിരൽ കത്തുന്നതോ, ചെറിയൊരു വിരലിലേക്ക് തീ പിടിക്കുന്നതോ നമുക്ക് സഹിക്കൂല. മാതാപിതാക്കൾക്ക് സഹിക്കൂല. മാതാപിതാക്കൾക്ക് ഒരിക്കലും സഹിക്കൂല. മക്കൾക്കൊരു ചെറിയ പനി വന്നാൽ അവർ വിഷമിക്കുകയാണ്, പ്രയാസപ്പെടുകയാണ്, അവർ വളരെ ബുദ്ധിമുട്ടും. മാതാപിതാക്കൾ വളരെയേറെ വിഷണ്ണരാകും. അപ്പോൾ നീ തീർച്ചയായും നീ ശ്രദ്ധിക്കണേ, ഒരു ചെറിയ വിരല് കത്തുന്നതിനേക്കാൾ ശരീരം മുഴുവനും നാളെ ആഖിറത്തിൽ കാലാകാലം ശിക്ഷിക്കപ്പെടുന്നതിനെ തൊട്ട് നിന്റെ മക്കളെ നീ സംരക്ഷിക്കൽ അനിവാര്യമാണ് എന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തുകയാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട്. ശരിയല്ലേ?
നമ്മൾ ഈ ഭൗതിക ലോകത്ത് ചെറിയൊരു തീക്കള്ളി മക്കളെ വിടുന്നു, എൻ്റെ പൊന്നുമോൻ്റെ കൈ പോയല്ലോ എന്ന് പറഞ്ഞ് ഉമ്മ നിലവിളിക്കുമ്പോൾ ഈ ഉമ്മ എന്തേ മക്കളെ സിനിമയുടെ ലോകത്തേക്ക് വിടുന്നത്? മക്കളെ ലാപ്ടോപ്പ് വാങ്ങിച്ചിട്ട് അശ്ലീലത കണ്ടോ എന്ന് പറഞ്ഞ് വിടുന്നത്? ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മൊബൈൽ ഫോണിൽ നിറഞ്ഞിരിക്കുന്ന അശ്ലീലമാക്കപ്പെട്ട സിനിമാ പാട്ടുകൾ എത്രയാണ്, സിനിമാ ഗാനങ്ങൾ എത്രയാണ്, സിനിമകൾ എത്രയാണ്? നമ്മളൊക്കെ കേൾക്കുന്നതാകുന്ന ഹെഡ്സെറ്റിലൂടെ എന്താ ഇട്ട് കേൾക്കുന്നത്? എപ്പോഴും വാഹനത്തിൽ പോകുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ ഇട്ട് കേൾക്കുന്നുണ്ടല്ലോ. എന്താ ഇത്, ഖുർആനാണോ? അല്ല, എല്ലാവരുടെയും കാതിൽ സിനിമാ പാട്ടാണ്. എന്തെങ്കിലും രാഷ്ട്രീയം കേട്ടുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നമുക്ക് നാളെ ആഖിറത്തിലേക്ക് എന്തെങ്കിലും ഗുണകരമാകുമോ? ചിന്തിക്കാൻ. നാളെയുടെ ലോകത്തേക്ക് വേണ്ടി നീ എന്ത് സജ്ജീകരിച്ചിട്ടുണ്ട്, എന്ത് നീ ചെയ്തിട്ടുണ്ട്? നിന്റെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടാകട്ടെ നിന്റെ മക്കളുടെ ജീവിതം കടന്നു വരേണ്ടത്. നിന്റെ ഖുർആനോദൽ, വീട്ടിൽ നീ കൃത്യമായ ഖുർആനോദൽ ചിട്ട വരുത്തണം. ഒരു ചിട്ട ഇനി മുതൽ നിന്റെ ജീവിതത്തിൽ വരണം. ഇതുവരെ നീ കുത്തഴിഞ്ഞ ജീവിതമാണ്. തോന്നുന്നത് പോലെ ഉറങ്ങി, ഒരു ടൈം ടേബിൾ ഇല്ല. ഭക്ഷണം കഴിക്കാൻ മാത്രം ഒരു ടൈമുണ്ട്, അത് മാത്രം പോരാ. മലമൂത്ര വിസർജനത്തിനും ടൈമുണ്ട്, അത് മാത്രം പോരാ. ഇനി മുതൽ രാവിലെ പ്രഭാതത്തിൽ സുബഹി നമസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ എഴുന്നേക്കാൻ നിന്നെ കൊണ്ട് സാധിക്കണം. കഴിയുമെങ്കിൽ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കണം. ഒതുവെടുത്ത് മനോഹരമായ രീതിയിൽ വീടിന്റെ അകത്തലത്തിൽ 2 റക്അത്ത് നിസ്കരിക്കും. ഭാര്യയെ വിളിക്കും ഭർത്താവ്, വിളിച്ചുണർത്തിയിട്ട് നമസ്കാരം നിലനിർത്തി നിസ്കരിച്ചിട്ട് 2 പേര് കൂടി കുറച്ച് ദിക്ർ ചൊല്ലിന്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എത്ര ശ്രേഷ്ഠമായ ദിക്റാണ്. സമ്പത്ത് വേണോ, അള്ളാഹു നൽകും. പാപം പുറത്തു കിട്ടണോ, അള്ളാഹു നൽകും. കാരുണ്യത്തിന്റെ മഴ വേണോ, അള്ളാഹു നൽകും. മക്കളെ വേണോ, അള്ളാഹു നൽകും. ഖുർആനാണ് ഇതൊക്കെ വിശദീകരിക്കുന്ന ഖുർആനാണ്. എല്ലാം കിട്ടും. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഈ ഒരൊറ്റ ദിക്റുണ്ട്. ഇടയത്താഴെ സമയത്തും ചൊല്ലേണ്ട ദിക്റും അതാണ്. വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. ഖുർആൻ പറയാണ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചൊല്ലി. സുബഹിയുടെ ബാങ്ക് വിളിച്ചു, പുരുഷൻ നേരെ പള്ളിയിലേക്ക് പോകുന്നു, മകനെയും കൂട്ടിക്കൊണ്ടു പോകുന്നു. മക്കളെ വിളിച്ചുണർത്തണം സുബഹിയുടെ സമയത്ത്. എത്ര സ്നേഹം കൊടുത്താലും കുഴപ്പമില്ല, എന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, നിർബന്ധമായും വിളിച്ചുണർത്തണം. ചില മാതാപിതാക്കളാണ് പ്രശ്നം. മലബാറുള്ള ഒരു സ്ഥലത്ത് വയലു പറയുമ്പോൾ ഒരു സഹോദരൻ, ഒരു പ്രായം ചെന്ന ഒരു ഉപ്പ, നല്ല പ്രായം ചെന്നാണ്. അപ്പോൾ അയാൾ എഴുന്നേറ്റ് ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വന്നിട്ട്, ഉസ്താദെ അത് ഒന്നുകൂടി ഒന്ന് പറയണം, ഉറക്കെ പറയണോ എന്ന് പറഞ്ഞു. എന്ന് ചോദിച്ചാൽ എന്താ, എൻ്റെ പെണ്ണുങ്ങൾ അപ്പുറത്തിപ്പുണ്ട്, അത് കേട്ടോട്ടെ. എന്താണ്? ഞാൻ പറഞ്ഞു, മക്കളോട് എത്ര സ്നേഹം കൊടുത്താലും നിർബന്ധമായും അവരെ സുബഹിക്ക് വിളിച്ചുണർത്തണമെന്ന് പറഞ്ഞു. അതിന് മാതാപിതാക്കൾ മടി കാണിക്കരുത്. കാരണം അദ്ദേഹത്തോട് വാതിന് ശേഷം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാരണം മറ്റൊന്നുമല്ല. എൻ്റെ മകന് ജോലി മത്സ്യത്തൊഴിലാളിയാണ്. രാത്രിയിലായിരിക്കും അവൻ്റെ കർമ്മം ഉണ്ടാവുക. ചിലപ്പോൾ സുബഹിയോടടുത്ത സമയത്ത് വരും, സമയം തെറ്റിയിട്ടായിരിക്കും വരിക. അപ്പോൾ വക്കത്തുകൾക്കുള്ള സമയത്ത് ഇവൻ കിടന്നുറങ്ങും. അപ്പം ഞാൻ അവനെ വിളിച്ചുണർത്തുമ്പോൾ ഭാര്യ പറയും, അഥവാ അവൻ്റെ ഉമ്മ പറയും, വിളിച്ചുണർത്തണ്ട, എൻ്റെ പൊന്നുമോനല്ലേ, അവൻ കിടന്നുറങ്ങിക്കോട്ടെ. കാരണം അവൻ ക്ഷീണിതനായിട്ട് വന്നിരിക്കാൻ, നിങ്ങൾ വയ്ക്കോ പള്ളിയിലോട്ട്, അവൻ പിന്നെ നിസ്കരിച്ചോളും എന്ന് പറഞ്ഞ് ഉമ്മ വിലങ്ങുതടിയാകാറുണ്ട് എന്ന സഹോദരൻ പറയുക. ശരിയല്ലേ ഇന്ന് നമ്മുടെ വീട്ടിൽ നടക്കുന്നത്? ഞാൻ ഒരൊറ്റ കാര്യം നിങ്ങൾക്ക് മനസ്സിലിരുത്താൻ വേണ്ടി പറയാൻ. ഒരു പക്ഷേ നിങ്ങളുടെ ചെലവ് നോക്കുന്നത് ആ മകനായിരിക്കാം. അവനായിരിക്കും നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് 2500 രൂപയുടെ സാധന സാമഗ്രികൾ മാസത്തിൽ നിങ്ങൾക്ക് നൽകുന്നത്. അല്ലെങ്കിൽ ഒരു 10,000 രൂപ വീട്ടിൽ നിങ്ങളുടെ ഉമ്മയുടെ കയ്യിൽ കൊണ്ട് വെച്ച് തരികയാണ്. ഉമ്മക്ക് പിന്നെ ആ മകൻ സിനിമ കണ്ടാലും കുഴപ്പമില്ല, അവൻ സീരിയലിന് അടിമപ്പെട്ടാലും കുഴപ്പമില്ല, അവൻ പാതിരാത്രി വരെ ഫേസ്ബുക്കിൽ ഇരുന്നാലും കുഴപ്പമില്ല, അവൻ ആരൊക്കെ പെൺകുട്ടികളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് നിന്ന് സൽക്കരിച്ചാലും ഉമ്മാക്ക് ചോദ്യമില്ല. എവിടെയും ഏത് കൂട്ടുകാരുമായി ഏത് രാത്രിയിലും ബൈക്കിൽ കറങ്ങി നടക്കുന്നതുകൊണ്ട് ഉമ്മാക്ക് പ്രശ്നമില്ല. പാപ്പമാര് ചിലപ്പോൾ ചോദിച്ചിരിക്കും, കാരണം പാപ്പാക്ക് ഫുലൂസ് കിട്ടിയാൽ ഓക്കെ, ഇത് ഫുലൂസ് മുഴുവൻ ഉമ്മാക്ക കൊടുക്കുന്നത്. പൈസ കൊടുക്കുമ്പോൾ മാതാപിതാക്കൾ പലതും അങ്ങ് മറക്കുകയാണ് ദീനിന്റെ വിഷയത്തിൽ. ഇതിന്ന് സമൂഹത്തിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. പാടില്ല. കാരണം ഒരു 5,000 രൂപയും കയ്യിലോട്ട് കിട്ടിക്കഴിയുമ്പോൾ എൻ്റെ മകനല്ലേ കുടുംബം നോക്കുന്നത്. അതുകൊണ്ട് ഇപ്പം എന്താ, അവനിപ്പോൾ കുറച്ച് അങ്ങനെയൊക്കെ നടക്കട്ടെ. ഉമ്മയുടെ സപ്പോർട്ട് കൊടുത്ത് അവസാനം ഇവനുണ്ടാകുന്ന എന്താണെന്നറിയോ? സകല കൂട്ടുകാരുമായി, അശ്ലീല കൂട്ടുകാരുമായി, കള്ളുകുടിയായി, വ്യഭിചാരമായി, അവസാനം പോലീസ് കേസായി, നാട്ട കേസായി വരുമ്പോഴാണ് ഉമ്മ നാറുന്നത്. അതുവരെ ഉമ്മ കൂടെ ഉണ്ടാവും. ഇത് ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ തെറ്റാണ്. അതാണല്ലോ ഈ ഫേസ്ബുക്കും ഈ ടിക്ടോക്കും ഈ മോശപ്പെട്ട പ്രവർത്തനങ്ങളും ഒക്കെ കുടുംബത്തിൽ തുടങ്ങുന്നതാണ്. ആരാണ് ഇതിനെ എതിർക്കുന്നത്? സ്വന്തം കുടുംബത്തിന് എതിർപ്പില്ല, ഉമ്മ പരിപൂർണ സപ്പോർട്ടാണ്. ഉമ്മ തന്നെ വെള്ള മൊബൈൽ പിടിച്ച പോലെ ഞാനൊന്ന് കുറച്ചു നേരം തുള്ളട്ടെ എന്ന് പറയുന്ന യുഗത്തിലേക്ക് സമൂഹം പോയിരിക്കുകയാണ്. നഊദു ബില്ലാഹ്. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇംറാത്തുൻ ത്വാഇയത്തുൻ ലില്ലാഹി വലിസൗജിഹാ. അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നതായ ഏതൊരു സഹോദരി ഉണ്ടോ,
സ്വന്തം ഭർത്താവിന് അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നതായ സഹോദരിയുണ്ടോ? സ്വർഗമാണ്, സ്വർഗമാണ്. 4 സ്ത്രീകൾക്ക് സ്വർഗം അല്ലാഹുവിന്റെ റസൂൽ ഓർഡർ നൽകിയതാണ്. റസൂലുള്ള പഠിപ്പിച്ച വിഭാഗമാണ്. അതിലൊന്ന് ഇംറാത്തുൻ ത്വായത്തുൻ ലില്ലാഹി വലിസൗജിഹാ, അള്ളാഹുവിനെ അനുസരിക്കുന്ന പെണ്ണാണ്. സ്വന്തം ഭർത്താവിനെ അനുസരിക്കുന്നതായ സഹോദരിയാണ്. രണ്ടാമത്തെ പെണ്ണ് ഇംറാത്തുൻ വലൂദുൻ വദൂദ് ഖാനിയത്തുൻ ബില്ലസീരി മഅ സൗജിഹാ, സ്വന്തം ഭർത്താവിനോട് മക്കളോട് നല്ല സ്നേഹമുള്ള പെണ്ണാ. വദൂദുൻ വലൂദ്, ധാരാളം പ്രസവിക്കുന്നതായ പെണ്ണാണ് എന്ന് പറഞ്ഞ ഭർത്താവിലൂടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് പ്രസവിക്കുക, അല്ലാത്തല്ല. ധാരാളം പ്രസവിക്കുന്ന പെണ്ണ് ആർക്ക് ഇഷ്ടം? സ്വർഗത്തിൽ കിടക്കുമെന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ മക്കൾ അധികരിച്ച പെണ്ണ്. ചിലപ്പോൾ 6 മക്കള് 9 മക്കള് 10 മക്കളൊക്കെ പ്രസവിച്ച ഉമ്മമാരുണ്ടാവും നമ്മുടെ ഈ സദസ്സിൽ. ഇന്നതില്ല. ഇന്നിപ്പോൾ നാമോ നമുക്കൊന്ന്, കാരണം ചെലവ് ചുരുക്കണേന്നും പറഞ്ഞ് കഴിയാണ്. അപ്പോൾ അള്ളാഹു താല മൊത്തത്തിൽ കുടുസാക്കി. ഒരൊറ്റ കുട്ടി ഉണ്ടായിട്ട് പോലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരുപാട് ആളുകളുണ്ട്. ഞാൻ മലപ്പുറത്ത് ഓതുന്ന സമയത്ത് ഒരു ഹാജിയാരുണ്ട്, ഒരു സഹോദരൻ കരീമാജി എന്നാ മൂപ്പറ പേര്. മൂപ്പർക്ക് അന്ന് 11 മക്കള്. ഞാൻ ഈ അടുത്ത് വന്നപ്പോൾ 16 മക്കള്. ഒറ്റ ഭാര്യയിലുള്ള കാര്യം പറയുന്നത്, ഒറ്റ ഭാര്യയില്. ഇതെന്താ ഉസ്താദ്, ഇത് തന്നെ ഒരു ജോലിയാണോ? അത് നല്ലൊരു ജോലിയാണ്. മക്കള് സാലിഹാട്ടെ. അത് 2 പെൺകുട്ടികളുള്ളൂ, ബാക്കിയൊക്കെ ആൺപിള്ളേരാണ്. ഇമാമും ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ വേണം ഒരു ജുമ അടങ്ങാം, കുറച്ചാറും കൂടെ കഴിഞ്ഞാൽ 40 വരെ കിട്ടും. ഒരു പള്ളി അങ്ങ് നിസ്കരിച്ചിട്ട് റാഹത്തായിട്ട് നിസ്കരിക്കുക. 2 പെണ്ണുങ്ങൾ, ബാക്കിയൊക്കെ ആണുങ്ങൾ. രസമാണ്. അത് തൊട്ടടുത്തൊരു തയ്ക്കാൻ വേണ്ടി ചെറിയ നിസ്കാര പള്ളിയുണ്ട്. അപ്പോൾ ഈ മക്കളെല്ലാം ഇങ്ങനെ ആൺപിള്ളേരെല്ലാം കൂടി 14 ആൺമക്കളാണ്. ഒന്ന് രസം ചിന്തിക്കുക. വാപ്പാടെ കൂടെ ഇങ്ങനെ വരികയാണ്. ഒന്ന് ചിന്തിച്ചു. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് മക്കളുണ്ടായിരുന്നല്ലോ. ഇതുപോലെ തന്നെ 10ലധികം മക്കളുമായിട്ടല്ലേ വരിക. സുബ്ഹാനല്ലാഹ്, എന്തൊരു രസമാണ്. അതുകൊണ്ട് തന്നെ സമൂഹം അന്ന് തന്നെ പറഞ്ഞിരുന്നു, വിനയത്തോടു കൂടി നടക്കണം. നിങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ നടക്കുമ്പോൾ ഒരല്പം തലകുനിച്ച് നടക്കണം. എന്തുകൊണ്ട്? കാരണം കാണുന്നവർക്ക് ഭയങ്കര കണ്ണുകടിയാവും. വാപ്പ ഇങ്ങനെ 10 മക്കളെയും കൂട്ടിയിട്ട് ഇങ്ങനെ വരുന്നത് നെഞ്ചും പിരിച്ച് വരികയല്ലേ. ചിന്തിച്ചു നോക്ക്. അങ്ങനത്തെ ഒരു രസം എന്തായിരിക്കും? ഇമാമും ജമാഅത്തിനായിട്ട് മക്കളങ്ങ് നിർത്തിയാൽ മതി. അതിലെ മക്കൾ മിക്കതും ഹാഫിളീങ്ങൾ, അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്. 1-2 പേര് ആലിമീങ്ങളുമായി. രക്ഷപ്പെട്ടില്ലേ വാപ്പ? ചെറിയ കാര്യമാണോ? ആ ഉമ്മ എന്ത് ത്യാഗം സഹിച്ചിട്ടുണ്ടാവും ഈ മക്കളെ ഇത്രയും പോറ്റി വളർത്താൻ. ഒന്നിന് പിറകെ ഒന്നായിട്ട് ഓരോ കൊല്ലം കഴിയുമ്പോൾ ഓരോന്ന്. പക്ഷെ പടച്ച റബ്ബ് സ്വർഗ്ഗം കൊടുക്കും. ക്ഷമിച്ച് സഹിച്ച് ആ മക്കളെ പോറ്റി വളർത്തി. ഏറ്റവും വലിയ രസാവഹം, അന്നും ആ വീട്ടിൽ 2 മുത്തഅല്ലിമീങ്ങൾക്ക് രാത്രിയിൽ ഭക്ഷണം കൊടുത്തിരുന്നു എന്നുള്ളതാണ്. ഭയങ്കര ദാരിദ്ര്യമാണ് വീട്. ഈ മക്കളൊക്കെ അന്നിങ്ങനെ കൈക്കുഞ്ഞ് സുഡാനിലെ കുട്ടികളെ പോലെ ഇങ്ങനെ നിൽക്കുക, എല്ലാം ഇങ്ങനെ അങ്ങനോട് ഉടുപ്പൊക്കെ ഇടാതൊക്കെ ഇങ്ങനെ നടക്കുന്ന കുട്ടികളാണ്. പക്ഷെ അന്ന് ഈ കുട്ടികൾക്ക് ഇവർ ഭക്ഷണം കൊടുക്കും, ഭയങ്കരമായിട്ട് ഭക്ഷണം കൊടുക്കും. ഒരു മടിയില്ല, റാഹത്തായ നിലയിൽ ഭക്ഷണം കൊടുക്കും. ഇന്ന് അവർ സാമ്പത്തിക ഭദ്രത മെച്ചപ്പെട്ടു വന്നു. നമ്മളോർക്കും മക്കൾ കൂടിക്കഴിഞ്ഞാൽ വലിയ വിഷയ ദാരിദ്ര്യമാണ്. ഒരിക്കലും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചുരുങ്ങി ജീവിക്കുക, കുടുസായ ജീവിതം. ആദ്യം തന്നെ വീട്ടിലിരുന്ന് ആദ്യ രാത്രി തന്നെ ചർച്ച ഒന്നും മതി കേട്ടാ, കളി. ഇത് നമ്മൾ ഈ കുടുസായ ചിന്താഗതിയായി പോയി. അതുകൊണ്ട് തന്നെ റബ്ബ് നമുക്ക് ഭയങ്കര സാമ്പത്തിക കൊടുത്തു തന്നു. അള്ളാഹു കാക്കട്ടെ. ഇവിടെ 10-20 മക്കളൊക്കെ പ്രസവിച്ച ഉമ്മമാരുണ്ട്. ഒരു വിഷയമല്ല. മഹല്ലി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. മഹല്ലി എന്ന് പറയുന്നത് ഒറിജിനൽ, അതിന്റെ നെയ്മ് കൻസുർ റാഗിബീൻ എന്നാണ് അതിന്റെ പേര്. ആ കിതാബിന്റെ പേര് പലർക്കും അറിയില്ല. കൻസുർ റാഗിബീൻ എന്നാണ് അതിന്റെ പേര്. മഹല്ലി ഇമാമിന്റെ ഗ്രന്ഥമാണ്, ഫിഖ്ഹി ഗ്രന്ഥമാണ്, കർമ്മശാസ്ത്രത്തിലെ ഗ്രന്ഥമാണ്. അതിൽ പറയുന്നുണ്ട്, ഒരു രാജാവ്, ഒരു പണ്ഡിതൻ പറയാണ്, രാജാവ് അദ്ദേഹത്തിന്റെ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ അല്ലാഹു നൽകി. 40 മക്കളെ അല്ലാഹു കൊടുത്തു. ആ 40 മക്കളും ഈ രാജാവിനോടൊപ്പം കുതിര സവാരി ചെയ്യുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് ഈ പണ്ഡിതൻ രേഖപ്പെടുത്താൻ ആ ഗ്രന്ഥത്തിലുണ്ട്. പഴയ ഓർമ്മയിൽ നിന്ന് പറഞ്ഞതാണ്. 40 മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയും ആ 40 മക്കളും രാജാവിനോടൊപ്പം വാപ്പയോടൊപ്പം കുതിര സവാരി നടത്തുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു ഈ പണ്ഡിതൻ രേഖപ്പെടുത്തുക. അതൊക്കെ ഒരു വലിയ പ്രൗഢി തന്നെയല്ലേ? മക്കളൊരു വില തന്നെയാണ്, ഭയങ്കരമാണ്. 10 മക്കളുണ്ടായി. 10 മക്കളും, ഒരാൾ ഹാഫിള്, ഒരാൾ ആലിമ്, ഒരാൾ ഡോക്ടർ, മറ്റേ ആൾ എഞ്ചിനീയർ,
ഇങ്ങനെ അങ്ങോട്ട് 10 പേരുണ്ടായാലും എന്താ രസം, എന്ത് കാര്യത്തിനും റെഡിയാൻ. ഒരാളിങ്ങോട്ട് വന്നിട്ട് ഉമ്മാടെ ഷുഗർ നോക്കട്ടെ, രാവിലെ തന്നെ ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്ത്. അടുത്തയാൾ മെഡിക്കൽ സ്റ്റോറിൽ നിൽക്കുക, ബീഫാമാരിയാണ്, അവിടെ ഗുളിയായിട്ട് വന്ന് ആഹത്തായിട്ട് വാപ്പാടെ വഴുത്തിലിട്ട്. എന്ത് രസമാണ്, എന്ത് സൗകര്യമായിരിക്കും. എല്ലാ മേഖലകളിലും ഓരോരുത്തരുണ്ടാകട്ടെ. അങ്ങനെ വേണം. മക്കളെ നല്ല രീതിയിൽ പ്രാപ്തരാക്കണം. അത് പഠിപ്പിക്കുക എന്ന് പറയാൻ ചെറിയ കാര്യമല്ല, അവരെ പോറ്റുക എന്ന് പറയാൻ ചെറിയ കാര്യമില്ല, വലിയ അമലാണ്. അതുകൊണ്ടാണ് സ്വർഗം കൊടുക്കുന്നത്. സ്വർഗം വെറുതെ കിട്ടൂലല്ലോ. ഇമ്രാത്തുൻ വലൂദുൻ വദൂദുൻ, ധാരാളം പ്രസവിക്കുക. പ്രസവിച്ചിട്ടാൽ പോരല്ലോ, പോറ്റുക. ഏതെങ്കിലും റോഡരികെ ഉസ്താദെ പ്രസവിച്ചിട്ടേക്കാം, അത് പറ്റൂല. പ്രസവിച്ച് അവരെ മാന്യമായ രീതിയിൽ പോറ്റി വളർത്തുന്നത് വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ഉമ്മാക്ക്, പെണ്ണിനാണ് ഇത് കൊടുക്കുന്നത്, ഭർത്താവിനല്ല, സ്ത്രീക്ക് കൊടുക്കുകയാണ് സ്വർഗം. ഇമ്രഅത്തുൻ വലൂദുൻ വദൂദുൻ, കുടുംബത്തോട്, മക്കളോട്, ഭാര്യയോട്, ഭർത്താവിനോട് നല്ല സ്നേഹം വെച്ച് പുലർത്തുന്നവൾ, ധാരാളം പ്രസവിച്ചിട്ടുള്ള സഹോദരിമാർ, അവൾ സ്വർഗത്തിലാണ്. തീർന്നില്ല. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വന്തം ഭർത്താവ് കൊണ്ടുവന്ന് കൊടുക്കുന്നതായ സമ്പാദ്യം ഉള്ളതുകൊണ്ട് സംതൃപ്തിയടഞ്ഞ ജീവിതം വെക്കുന്നവളാണ്, അവൾ സ്വർഗത്തിലാണ്, സ്വർഗത്തിലാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. അടുത്തിടെ നടന്ന കൊലപാതകങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ജോളി എന്ന സഹോദരി ജോളിയടിച്ച് നടന്നതാകുന്ന വാർത്തമാനങ്ങൾ നമ്മൾ കേട്ടതല്ലേ? എത്ര മോശമാണ്. സ്വന്തം ഭർത്താവിനെയും കുടുംബാദികളടക്കം, ഭർത്താവിൻ്റെ മാതാപിതാക്കളടക്കം, ബന്ധുമിത്രാദികൾ പലരെയും കൊന്നുകളഞ്ഞില്ലയോ? 16 വർഷത്തെ നീണ്ട ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് എത്രയോ പാവപ്പെട്ട ആളുകളെയാണ് ക്രൂശിച്ചു കൊലപ്പെടുത്തിയിട്ടുള്ളത്. കൊടുക്കുന്ന ഭക്ഷണത്തിൽ സയനൈഡ് ചേർത്തുകൊണ്ട് കൊന്നുകളഞ്ഞില്ലയോ? 5 വയസ്സുള്ളൊരു കുട്ടി കൊടുത്തതാകുന്ന ബ്രെഡിൽ പോലും സയനൈഡ് പുരട്ടിയിട്ട് ആ പിഞ്ചോമനെ പൊന്നുമോനെ പോലും കൊന്നുകളയാനുള്ളതാകുന്ന മനസ്സ് ആ സഹോദരിക്ക് പടച്ചറബ് കൊടുത്തില്ലയോ? എത്ര മോശമായ മനസ്സാണ്. നഊദുബില്ലാ. വളരെ ശ്രദ്ധിക്കേണ്ട പാഠമാണ്. എന്തുകൊണ്ടാണ് ഞാനിത് ചെയ്യാനുള്ള കാരണം? പോലീസുകാരോട്, മേലുദ്യോഗസ്ഥരോട് പെണ്ണ് പറഞ്ഞത്, എനിക്ക് സന്തോഷകരമാകുന്ന ജീവിതമില്ല, ആനന്ദകരമാകുന്ന ജീവിതമില്ല. എൻ്റെ ഭർത്താവ് കൊണ്ടുവരുന്ന സമ്പാദ്യം എന്നെ സംബന്ധിച്ചിടത്തോളം കുറവാണ്. ആഡംബര ജീവിതം കൊതിച്ചവളാണ് അവൾ. മിക്ക ദിവസവും ബ്യൂട്ടീഷ്യൻ്റെ അടുക്കൽ ചെല്ലും. എന്താ ജോലി? എന്താ? നമ്മൾ ഇന്നടുത്ത് IT ജോലി, ഭയങ്കര ജോലിയാണ്, സാറാണ്, മാഷാണ്. ചില ആളുകൾ ഇപ്പോഴും അങ്ങനെയുണ്ട്. ആളുകൾക്കിടയിൽ കള്ളം പറഞ്ഞുകൊണ്ട് ജോലി ചെയ്യുന്നവർ നമുക്കിടയിലുണ്ട്. സമൂഹത്തിലെ ആൾക്കാർ ഓർക്കും, പോലീസ് ഉദ്യോഗസ്ഥനാണ്. പഴയ റിട്ടയർഡ് SI ആയാലും ഇപ്പോഴും SI ആയിട്ട് ചമഞ്ഞുകൊണ്ട് കടയിൽ കയറി അടിച്ച പൊറോട്ടയും ബീഫ് യാ അല്ലാഹ് എന്ന് പറഞ്ഞ് അടിച്ചിട്ട് പൈസ കൊടുക്കാതെ ഇറങ്ങിപ്പോകുന്ന ടീംസ് ഉണ്ട് ഇപ്പോഴും. അങ്ങനെയുണ്ട്. ചിലപ്പോൾ അതുമായിട്ടൊരു ബന്ധം ഉണ്ടാവൂല. പോലീസ് അവിടെ ചെന്നൊരു ചായ ഒഴിച്ചു കൊടുക്കായിരിക്കും, എന്നാലും അതും പറഞ്ഞിട്ട് ആളുകളെ ക്രൂശിക്കുന്നവരുണ്ട്, മേന്മ നടിക്കുന്നവരുണ്ട്. അതിൽപ്പെട്ടവളായിരുന്നു. എന്താ അവർ പറഞ്ഞത്? ഭർത്താവിന്റെ സമ്പാദ്യത്തിൽ കുറവ് വന്നു, അതാണ് അവളുടെ വിഷയം. അത് പാടില്ല. ഇമ്രാത്തുൻ ഖാനിയത്തുൻ ബിൽ അസീരി മഅ സൗജിഹാ, സ്വന്തം ഭർത്താവ് കൊടുക്കുന്ന സമ്പാദ്യം ഉള്ളതുകൊണ്ട് സംതൃപ്തിയടഞ്ഞ ജീവിതം നയിക്കുന്നവൾ സ്വർഗത്തിലാണ്, സ്വർഗത്തിലാണ്. തീർന്നില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ്, ഇമ്രാത്തുൻ ഹഫിളത് നഫ്സഹാ വമാലഹു, സ്വന്തം ശരീരത്തിന്റെ പാതിവ്രതം കാത്തു സൂക്ഷിക്കുന്നവൾ, പതിവ്രതയെ കാത്തു സംരക്ഷിക്കുന്നതായ സഹോദരിമാരില്ലയോ? സ്വന്തം ഭർത്താവ് കൊടുക്കുന്ന സമ്പാദ്യത്തെ സൂക്ഷിച്ച് ചെലവഴിക്കുന്നതായ സഹോദരിമാരില്ലയോ? അവളും സ്വർഗത്തിലാണ്, സ്വർഗത്തിലാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. മക്കൾ വന്നുകൊണ്ട് പറയുകയാണ്, ഉമ്മ എനിക്കൊരു മൊബൈൽ ഫോൺ വേണം. ഉമ്മ കൊടുക്കരുത്. വാപ്പയോട് ചോദിച്ചോളൂ, എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച പൈസ കൊണ്ട് ഒരു ഹറാമായ കാര്യത്തിനും തരാൻ പറ്റൂല. ഫീസ് വേണമെങ്കിലും വാപ്പയോട് ചോദിച്ചുകൊണ്ട് വാങ്ങണം. ഉമ്മയോട് മോശമായ രീതിയിൽ വർത്തമാനം പറഞ്ഞുകൊണ്ട് അവരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് സമ്പത്ത് അടിച്ചുകൊണ്ട് പോകരുതേ. ഉമ്മയുടെയും വാപ്പയുടെയും കൈകളിരിക്കുന്ന സമ്പത്ത് അടിച്ചുകൊണ്ടും കളവ് നടത്തിക്കൊണ്ടും പോകരുതേ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഭർത്താവ് ഭാര്യയിൽ ഏൽപ്പിച്ചതാകുന്ന സമ്പത്ത് പരിപൂർണമായി സംരക്ഷണം ചുമത്തിക്കൊണ്ട് അത് പരിപൂർണമായി ചെലവുകൾ എഴുതി വെച്ചുകൊണ്ട് ചെലവഴിക്കുന്നതായ ഭാര്യമാരുണ്ടോ, അവൾ സ്വർഗത്തിലാണ്, സ്വർഗത്തിലാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. പഴയ കാലഘട്ടത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു? വരവ് ചെലവുകൾ ഇങ്ങനെ എഴുതി വെക്കും കറക്റ്റ്. എന്നാൽ എഴുത്തൊന്നുമില്ല. അങ്ങനെ ലാഭിഷാണല്ലോ, ഇഷ്ടം പോലെ പൈസ ഉണ്ട്. പണ്ട് 200 രൂപ എടുത്തിട്ട് പോവാൻ ഒരാഴ്ചത്തേക്ക് ഓടിച്ചോണം കേട്ടോ, അല്ലെങ്കിൽ 100 രൂപ എടുത്തിട്ട് പോവാൻ.
പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ ചോദിക്കുക മിച്ചമുണ്ടോ? മിച്ചമേ ഉള്ളൂ, 90 രൂപ മിച്ചിരിക്കുകയാണ്, 10 രൂപ ആയിട്ടുള്ളൂ. കാരണം അവർ പല ചമ്മന്തിയൊക്കെ അരച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക. വിഷയമില്ല, മീനൊന്നും വാങ്ങിയിട്ടില്ല ഇയാൾ പോയതിനു ശേഷം. അങ്ങനെ കഴിഞ്ഞാൽ ഒരാഴ്ച അവർ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഈ 90 രൂപ കൊണ്ട് അവർ വേറെ ഒരുപാട് വീട്ടിലേക്ക് വേണ്ടുന്ന സാധന സാമഗ്രി വാങ്ങിച്ചു വെക്കും. പഴയ ഉമ്മമാരങ്ങനെയാണ്, അവരാ പൈസ മിച്ചം വെക്കും. സ്ത്രീകളുടെ കയ്യിൽ പൈസ വരുന്നത് അങ്ങനെയാണ്, അവരങ്ങനെ ചെയ്തിരുന്നത്. ഇന്നങ്ങനെയല്ല. ഇന്ന് പൈസ ഇഷ്ടം പോലെ ചോദിക്കുക. അതെ, 499 രൂപ വേണം കേട്ടോ. അതെന്തിനാ? അത് നമ്മുടെ അംബാനി മാമൻ്റെ റീചാർജ് ചെയ്യണ്ടേ, 2 GB. ഇനി നിങ്ങൾക്ക് മാത്രം മതിയോ? നിങ്ങൾ 2 GB ഉപയോഗിക്കുന്നില്ലേ? ഇവിടെ അതാണ് ഇതാ കളി. അപ്പോൾ ഉടനെ പൈസ 499 രൂപ. അത് പോയ വഴി അറിഞ്ഞില്ല. പിന്നെ ഇവള് ഇത് തന്നെ പരിപാടി കുത്തിക്കൊണ്ട് ഇപ്പോഴും അപ്പുറത്തിരുന്നിട്ട് ഇത് തന്നെ ആയിരിക്കും പരിപാടി. മനസ്സിലായില്ലേ? അല്ല, ഇത് പറയണ്ടേ? എവിടെ ചെന്നാലും ഇത് തന്നെ. ഒരാളെന്നോട് പറഞ്ഞു, ഉസ്താദ് ഒരു മരിപ്പ് വീട്ടില്, മരണ വീട്ടിലാണ്, മയ്യത്തെടുക്കുന്ന സമയത്താണ് ഉസ്താദ് ദുആ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഇവിടെ വരുന്നിട്ട് കുത്തിവരയാ, സ്ലൈറ്റ് എഴുതി പഠിക്കുന്നുള്ളൂ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മരണ വീട്ടിൽ പോലും ഇതാ പരിപാടി. വളരെ ശ്രദ്ധിക്കേണ്ട കാലമാണ്. തീർന്നില്ല. അവസാനമായി റസൂലുള്ള പറഞ്ഞു നിർത്തുകയാണ്, സ്വർഗത്തിൽ കിടക്കുന്ന പെണ്ണ് ഇംറഅത്തുൻ, ഒരു പെണ്ണാണ്. മാത സൗജുഹാ, ഭർത്താവ് മരണപ്പെട്ടു പോയി. വലഹാ ഔലാദുൻ സഗീറുൻ, ചെറിയ കുട്ടികൾ അവൾക്കുണ്ട്. പറഞ്ഞ ആ മരിച്ച ഭർത്താവിലൂടെ തന്നെ അവൾക്ക് ചെറിയ കുട്ടികളുണ്ട്. ആദ്യ ഭർത്താവിലൂടെ. വലം തതസവ്വജ്, വേറൊരു വിവാഹം അവൾ ചെയ്യുന്നില്ല. എന്തിനു വേണ്ടി? ഖശിയത അയ്യുളയ്യു, എനിക്ക് ആദ്യ ഭർത്താവിലൂടെ അള്ളാഹു നൽകി മക്കളില്ലയോ, പിഞ്ചോമന മക്കളില്ലയോ, അവരെങ്ങാണ് പിഴച്ചു പോകുമോ, ഉദരം നിറയ്ക്കാൻ വേണ്ടി സ്വന്തം ശരീരം കൊണ്ടുപോയി പണയം വെക്കുമോ എന്ന് പേടിച്ചുകൊണ്ട് മക്കളെ പോറ്റാൻ വേണ്ടി നിലകൊള്ളുന്ന, അതിനുവേണ്ടി സ്വന്തമായി അധ്വാനിച്ചുകൊണ്ട് നിലകൊള്ളുന്ന, മറ്റൊരാളുടെ മുന്നിലും മടിക്കുത്തഴിക്കാതെ നിലകൊള്ളുന്നതായ സഹോദരിമാരില്ലയോ, അവർക്ക് സ്വർഗമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അങ്ങനെയൊക്കെ ഉണ്ട്, ഒരുപാട് പേരുണ്ട്. മറ്റൊരാളുടെ മുന്നിൽ മടിക്കുത്തൊഴിക്കാൻ പോകുന്നില്ല. എന്നാ ഈ മക്കളെ പോറ്റണം, എന്നാ വാള്ള കിടക്ക് ഹാജിയാരെ, പരിപാടിയില്ല. ഇവരെ പോറ്റാൻ ഞാൻ അധ്വാനിച്ചോളാം. ഞാൻ ഇന്നും ഒരു സ്ത്രീയുടെ ഒരു ഇത് കണ്ടു. സ്ഥലം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അവരെ വിളിക്കുന്നത് തന്നെ പഞ്ചർ താത്ത എന്നാണ്. പഞ്ചർ താത്ത, പഞ്ചർ ഒട്ടിക്കുന്ന പരിപാടിയാണ്. ഞാൻ ഇതിൽ കണ്ടതാണ്, നെറ്റിൽ കണ്ടതാണ്, എന്നൊരു ന്യൂസിൽ കണ്ട വാർത്തയാണ് ഈ പറഞ്ഞത്. പഞ്ചർ താത്ത എന്നാണ് അവരെ വിളിക്കുന്നത്. മുസ്ലിമാണ് അവര്, മുസ്ലിമത്താൻ. അപ്പൊ അവര് ഇറങ്ങി സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കാൻ. അങ്ങനെ പറ്റുമോ ഉസ്താദേ? പറ്റും, അനുവദനീയമാണത്. നമ്മളെ കൊണ്ട് കഴിയുന്നതിലേക്ക്. വലിയ ഭാരിച്ച ജോലികളൊക്കെ ചെയ്തിട്ട് ശരീരം ക്ഷീണിപ്പിച്ച് പിന്നെ കുറച്ചാൾ കഴിയുമ്പോൾ ആരും നോക്കാത്തൊരവസ്ഥ, അങ്ങനെ ആകരുത്. പക്ഷെ അവരെ നോക്കാൻ വേറെ ആരുമില്ല, പിന്നെന്ത് ചെയ്യും? ആരെങ്കിലും പട്ടിണി മാറ്റുന്നവരുണ്ട് എങ്കിൽ പ്രശ്നമല്ല. അതുകൊണ്ട് അവർ സ്വന്തമായി ഇറങ്ങുകയാണ്. വേറെ മക്കളോ കുടുംബങ്ങളോ ആരുമില്ല, ഭർത്താവ് ആരുമില്ല സഹായിക്കാൻ. അവർ സ്വന്തമായിട്ട് ഇറങ്ങി അധ്വാനിക്കുന്നു, കഷ്ടപ്പെടുന്നു. ചെറിയ മക്കളുണ്ട്, ആ മക്കളെ പിഴച്ചു പോകുമോ എന്ന് പേടിച്ചിട്ട് ജീവിതത്തിന്റെ കയ്പ് നീര് അനുഭവിക്കുന്നതായ സഹോദരിമാര് ആ കയ്പ് നീര് മാറ്റാൻ വേണ്ടി പകലന്തിയോളം കഷ്ടപ്പെടുന്നു. നല്ല നല്ല ഹലാലായ മാർഗത്തിലൂടെ സമ്പാദ്യമുണ്ടാക്കി കുടുംബത്തെ പോറ്റുന്നു, മക്കളെ നല്ല രീതിയിൽ കെട്ടിച്ചയക്കുന്നു. അങ്ങനത്തതായ സഹോദരിമാർക്ക് സ്വർഗം സയ്യിദുനാ റസൂലുള്ളാഹി. കെട്ടിച്ചയക്കണമെന്നും റസൂലുള്ളാഹി പറഞ്ഞില്ല, ഞാനതെന്റെ വാക്കിൽ പറഞ്ഞതാണ്. അവരെ നോക്കിയാൽ മതി. 3 പെൺമക്കളുണ്ട് ഒരാൾക്ക്. ആ 3 പെൺമക്കൾ, മൻ കാന ലഹു 3 ഔലാദിൻ ഫഅഹ്സന ഇലൈഹിന്ന വസബറ അലൈഹിന്ന വത്തഖല്ലാഹ ഫീഹിന്ന ദഖലൽ ജന്ന ശഫീഉന റസൂലുള്ളാഹി. 3 പെൺമക്കളുണ്ട്. 3 പെൺമക്കളെയും ദീൻ കൊടുത്തു. അവരുടെ വിഷയത്തിൽ എല്ലാ പ്രശ്നങ്ങളിലും ക്ഷമിച്ചും സഹിച്ചും നിലകൊണ്ടു. പെൺമക്കളുടെ കാര്യമാണ്. പെൺമക്കളുടെ വിഷയത്തിലല്ലേ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട്, പ്രയാസം. അവരെ നോക്കണം ഉസ്താദേ. 8ാം ക്ലാസ്സിൽ എത്തുമ്പോൾ തന്നെ അവൾ പ്രേമം തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് വല്ല ബനാത്തും വല്ലതും ഉണ്ടോ വിട്ടേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന ആളുകളുണ്ട്. എത്രയോ നല്ല ഹൈറായ ബനാത്തുകളുണ്ട് നമുക്ക്. നല്ല നല്ല ബനാത്തുകളിലേക്ക് കൊണ്ട് വിട്ടേക്കണം. പക്ഷെ അവിടെ വിട്ടാലും നമ്മൾ കൃത്യമായി വാച്ച് ചെയ്യണം. അവളവിടെ പഠിക്കുന്നുണ്ടോ? അവിടുത്തെ ഒരു ടീച്ചറുമായി എപ്പോഴും കണക്റ്റഡ് ആയിരിക്കണം. നമ്മൾ എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. നമ്മുടെ ഭാര്യ അവരെ വിളിച്ചുകൊണ്ട് നിരന്തരമായി വിളിച്ച് ബന്ധം പുതുക്കിക്കൊണ്ടിരിക്കണം. അവളവിടെ പഠിക്കുന്നുണ്ടോ? എങ്ങനെയാണ് അവളുടെ വിദ്യാഭ്യാസം? ഇന്ന് ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. സ്കൂൾ അതിനടുത്തോട്ടാ പോകുന്നതെങ്കിൽ ആ പോക്ക് എങ്ങനെയാണ്?
ആ പോകുന്ന വഴിക്ക് മറ്റുള്ള ചെറുപ്പക്കാരുമായി സമ്പർക്കമുണ്ടോ, ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇന്ന് ചെറിയ കുട്ടികളെ തന്നെ പേടിക്കണം മാതാപിതാക്കൾ. എന്തുകൊണ്ട്? അങ്ങനെ ആയിപ്പോയി യുഗം. നമ്മൾ തന്നെ കൊടുത്തതാകുന്ന പശ്ചാത്തലം അതാണ്. എല്ലാ സൗകര്യങ്ങളും വീട്ടിലാണെങ്കിലും ഭയങ്കര LED മൊബൈൽ ഫോൺ ഡിസ്പ്ലേ, വലിയ TV കൊണ്ട് വെച്ചിരിക്കുകയാണ്, ഡിസ്പ്ലേ കൊണ്ട് വെച്ചിരിക്കുക, റാഹത്തായ നിലയിൽ എല്ലാ സൗകര്യവുമുണ്ട്. മൊബൈൽ ഫോൺ കൊടുത്തിരിക്കുകയാണ് മക്കൾക്ക്. കൂട്ടുകാരികളുമായി വൈകിട്ട് ചില സംശയങ്ങൾ ചോദിക്കാനാണ് എന്ന് പറഞ്ഞിട്ടാണ് ഉമ്മാടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങുന്നത്. തുടക്കം അങ്ങനെയാണ്. എന്ത് സംശയം? വാപ്പ ഇവിടെ PG എടുത്തിട്ട് നിൽക്കുകയാണ്, വാപ്പ വലിയ ഡോക്ടറേറ്റ്, വാപ്പാക്കില്ലാത്ത സംശയമാണ് ഇവക്ക് ഭയങ്കരമായിട്ട് സംശയം. ആദ്യം 2-3 ദിവസം ഉമ്മാടെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ കൂട്ടുകാരിയെ വിളിക്കും. പിന്നെ വിളിക്കുന്നത് കണക്ഷൻ വേറെ പോവാൻ, കോള് വേറെ രീതിക്കാണ്. ഇത് സമൂഹത്തിൽ നടക്കുന്ന വസ്തുതയാണ്. നമ്മുടെ മുമ്പിൽ വെച്ച് വിളിക്കുന്നത് അതേ കൂട്ടുകാരികൾ കണക്ഷൻ ചോദിക്കാനുള്ള കൂട്ടുകാരോട് തന്നെ ചോദിക്കും. അത് കഴിയുമ്പോൾ നീ അറിയാതെ മൊബൈൽ, നീ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി ഹാളിൽ വെച്ചതാണ്. പാപ്പാക്ക് എവിടെയാണ് വെക്കേണ്ടതെന്ന്, എങ്ങനെയാണ് കുത്തേണ്ടതെന്ന് പോലും അറിയില്ല. ചാർജ് അപ്പോഴേ ഫോണിങ് വാങ്ങിച്ചത്, കുത്തണ്ടാണെങ്കിൽ തന്നേക്ക്, ഞാൻ കുത്തി രാവിലെ ചാർജ് ചെയ്ത് തന്നേക്കാം കേട്ടോ. പാപ്പ കൊണ്ടുപോയി റൂമിൽ വെച്ചിട്ട് ആവശ്യത്തിന് വിളിയും കഴിഞ്ഞ് രാവിലത്തേക്ക് ചാർജ് ചെയ്ത് കൊടുക്കുകയാണ്. സുബൈക്ക് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ മകളുടെ മുഖത്ത് നീര്. എന്താ കാര്യം? ഓ, പഠിച്ചിട്ടോ രക്ഷയില്ലായിരുന്നു. സംഭവം തലേ രാത്രി കാമുകനുമായിട്ട് സംസാരിച്ചിട്ട് കണ്ണിന് നീര് വന്നിരിക്കുക. ഇതാണ് ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന സംഭവമാണ്. ഞാൻ ചോദിക്കട്ടെ, വളരെ ഖേദത്തോടുകൂടി, എത്ര ആളുകളുണ്ട് സുബഹി കൃത്യമായി നമസ്കരിച്ചവർ? എത്ര സഹോദരിമാരുണ്ട്, എത്ര ചെറുപ്പക്കാരുണ്ട് നമ്മളിൽ? പലരും ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് മോശപ്പെട്ട ഫിലിമുകൾ കേട്ട്, പാട്ടുകൾ കേട്ട് ആസ്വദിച്ച് കിടക്കല്ലേ. ഇരിക്കുന്ന അധിക ചെറുപ്പക്കാരും മിക്കവരും സിനിമകൾ കണ്ടുകൊണ്ട് സുബഹി നഷ്ടപ്പെടുത്തിയവരല്ലേ. ഞാൻ അടക്കം നമ്മളൊക്കെ ഹറാമുകൾ പ്രവർത്തിച്ചുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്നവരല്ലേ. എന്നാൽ നിങ്ങൾ നോക്ക്, സഹോദര സമുദായത്തിലെ സ്ത്രീകളെ എടുത്ത് നോക്ക്, പുരുഷന്മാരെ നോക്ക്. രാവിലെ ക്രൈസ്തവ ദേവാലയങ്ങളിലേക്ക്, അമ്പലത്തിലേക്കൊക്കെ രാവിലെ 4:30 മണിക്ക് അലാറം വെച്ച് മിറ്റം തൂത്ത് ചാണകം നല്ല രീതിയിൽ മെഴുകി വെച്ച് റാഹത്തായ നിലയിൽ അവരവരുടെ ദേവാലയത്തിലേക്ക് പോയിട്ടുണ്ടാവും. ഈറനണിഞ്ഞ് നല്ല വസ്ത്രം ധരിച്ച് കുളിച്ച് റെഡിയായി. അമ്മേത് നമ്മളെ കുളിക്കുമോ? നമ്മൾ ലൈലത്തുൽ ഖദറാണെങ്കിൽ പോലും കുളിക്കൂല. എനിക്കത് വേണ്ടെന്നാ പറയാം. കുളിയില്ല അല്ലാതെ. നമ്മൾ രാവിലെ കുളിയില്ലല്ലോ. രാവിലെ ഫോഗ് എടുക്കുക, കശത്ത് 2 അടി അടിക്കുക, ഇറങ്ങി പോയേക്കുക, ബോഡി സ്പ്രേ അടിച്ചുകൊണ്ടിരുന്ന് അതുകൊണ്ട് പോയേക്കാണ്. ഇതല്ലേ സമൂഹം? നമ്മളെവിടെ എത്തിപ്പോയി. അതുകൊണ്ട് ജീവിതം ഒരുപാട് തിരിച്ചു വരട്ടെ. കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചു നടക്കാനുണ്ട്. തുടക്കം മുതലൊന്ന് ക്ലിയർ ആകട്ടെ. നമ്മുടെ മക്കളുടെ തുടക്കം മുതൽ, ഞാൻ പറഞ്ഞ ആമുഖം മുതലൊന്ന് ഓർമ്മ വരട്ടെ മനസ്സിലേക്ക്. നമ്മളുടെ ശാരീരിക ബന്ധം മുതൽ തുടങ്ങണം. ആത്മീയത അവിടെ മുതൽ വരണം. എല്ലാ തുറകളിലും ആത്മീയത മുഴുതിച്ച് നിൽക്കണം. എല്ലാ കാര്യങ്ങളും ബിസ്മി കൊണ്ടുവരണം. വീട്ടിൽ എന്ത് തുടങ്ങിയാലും ബിസ്മി, അങ്ങനെ വരണം നമുക്ക്. അല്ലാഹു തൗഫീഖ് തരട്ടെ.